നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്മനാഭന്റെ മണ്ണിൽ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാനൊരു BJP മേയർ. BJPയുടെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരം പിടിച്ചെടുത്തുകൊണ്ട് BJP തങ്ങളുടെ കാവിക്കൊടി പാറിച്ചിരിക്കുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ചുവന്ന കൊടി മാറി കാവിക്കൊടി വിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്നത് വെറും 7 സീറ്റുകൾ മാത്രം. എന്നാൽ 2020 35 സീറ്റുകളിലേക്ക് അവർ വളർന്നു കയറി. അന്ന് BJP നേതൃത്വം ഏറ്റെടുത്തിയൊരു ശപഥം, ഈ തലസ്ഥാന നഗരസഭ തങ്ങൾ പിടിച്ചെടുക്കും. പിന്നീട് വർഷങ്ങളോളം നീണ്ടുനിന്ന പോരാട്ടം. ഒടുവിലിത തലസ്ഥാന നഗരം BJP കൈപ്പിടിയിലൊതുക്കുമ്പോൾ ഇത് കൃത്യമായ സന്ദേശമാണ് കേരളത്തിന്. പറഞ്ഞു പഴകിയ വാക്കുകളല്ല, മറിച്ച് വികസനത്തിൻ്റെ പുതിയ മുദ്രാവാക്യമാണ് തങ്ങൾ ഉയർത്തുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നു. തിലകം തിരുവനന്തപുരം എന്ന് അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചത് വെറുതെയല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനുള്ള മാസ്റ്റർ രേഖ തയ്യാറാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. വെറും 7 സീറ്റിൽ നിന്ന് 10 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ വെറും 10 വർഷങ്ങൾ പോലും വേണ്ട എന്ന് BJP നേതൃത്വം പറയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ BJPക്ക് ഈ വിജയം സമ്മാനിച്ചിരിക്കുന്നത്. തലസ്ഥാന നഗരം പിടിച്ചെടുക്കാനുള്ള BJPയുടെ കരുത്തിന് പിന്നിൽ ഏകോപനത്തോടെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ് എന്ന് BJP നേതൃത്വം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊട്ടാകെ ആ കാവിക്കൊടുങ്കാറ്റ് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ ഇനി നടത്തും. വിഴിഞ്ഞം തുറമുഖം, അനുബന്ധ വികസനം, തിരുവനന്തപുരം മെട്രോ റെയിൽ തുടങ്ങി നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിയുള്ള പ്രചരണ പരിപാടികൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം കൊടുത്തത്. ഒരു വശത്ത് മികച്ച പ്രവർത്തന പരിചയവും ജനപരിചയവും ഒത്തുചേർന്നവരെ BJP അമരത്തേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ 50 എന്ന ഭൂരിപക്ഷ നമ്പറിലെത്താൻ അവർക്കത്ര പ്രയാസപ്പെടേണ്ടി വന്നില്ല. തലസ്ഥാന നഗരം BJP പിടിച്ചടക്കിയതിന് തൊട്ടു പിന്നാലെ ശശി തരൂരിൻ്റെ ഒരു ട്വീറ്റ്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ ഈ ട്വീറ്റ് കണ്ട് വിറയ്ക്കുകയാണ്. തിരുവനന്തപുരത്തെ BJP വിജയത്തെ വലിയ വാക്കുകളിൽ ശശി തരൂർ അഭിനന്ദിച്ചു. കേരളത്തിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുന്നു എന്ന് കൃത്യമായ സന്ദേശം നൽകുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. UDF വലിയ തരംഗം സൃഷ്ടിക്കുന്നു ഒരു വശത്ത്, മറുവശത്ത് BJP തങ്ങളുടെ രാഷ്ട്രീയ പിടിമുറുക്കുന്ന കാഴ്ച നമുക്ക് കാണാം. BJPയുടെ ചില വിജയകഥകൾ കേരളം എങ്ങനെ മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ്. വഖഫ് ഭൂമിയുടെ പേരിൽ സമരം നടന്ന പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുനമ്പം കടപ്പുറം വാർഡിൽ BJP സ്ഥാനാർത്ഥി കുഞ്ഞുമോൻ അഗസ്റ്റിൻ വിജയിച്ച കാഴ്ച. CPM സ്ഥാനാർത്ഥി റോക്കി ബിനോയിയെ 31 വോട്ടുകൾക്കാണ് കുഞ്ഞുമോൻ പരാജയപ്പെടുത്തിയത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന 500-ലധികം വരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ 1 വർഷം നീണ്ട പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഫലം വന്നിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം. NDAയുടെ വിജയത്തെ ചരിത്രപരമെന്നാണ് BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി വിശേഷിപ്പിച്ചത്. വഖഫിനെതിരെ പോരാടുന്ന മുനമ്പം ജനതയോടൊപ്പം മോദി സർക്കാരും BJPയും നിലകൊണ്ടു. ഇപ്പോൾ അവർ അവരുടെ ഭരണം BJPക്ക് നൽകിയിരിക്കുന്നു. മുനമ്പത്ത് മാത്രമല്ല, പലയിടങ്ങളിലും BJPയുടെ ഉയർത്തെഴുന്നേൽപ്പ് പ്രകടമാണ്. എല്ലാവരും ഒറ്റുനോക്കിയിരുന്ന തൊടുപുഴ നഗരസഭയിൽ BJP തീവാറുന്ന പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അക്ഷരാർത്ഥത്തിൽ LDFനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുന്ന പോരാട്ടം. തൃപ്പൂണിത്തറ നഗരസഭാ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് BJP ഒരു പുതുചരിത്രമാണ് രചിച്ചിരിക്കുന്നത്. LDFൻ്റെ കൊത്തളങ്ങൾ തകർത്തെറിഞ്ഞ് NDAയുടെ തേരോട്ടം. ചരിത്രത്തിലാദ്യമായി തൃപ്പൂണിത്തറ നഗരസഭാ ഭരണം BJP പിടിച്ചെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുന്നത് CPMഉം LDFുമാണ്. കാലങ്ങളായി തൃപ്പൂണിത്തറ അടക്കമുള്ള മേഖലകൾ തങ്ങളുടെ കോട്ട കൊത്തളങ്ങളാണ് എന്ന് വീമ്പ് പറഞ്ഞവരാണ് ഇപ്പോൾ തകർന്ന തരിപ്പണമായി താഴെ വീണത്. 1 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ NDAയുടെ വിജയം. 21 സീറ്റുകൾ NDA നേടിയപ്പോൾ 20 സീറ്റുകൾ LDF നേടി. UDF 16 സീറ്റുകളിൽ ഒതുങ്ങി. തൃപ്പൂണിത്തറ നഗരസഭ കാലങ്ങളായി LDFും UDFും മാറി മാറിയാണ് ഭരിക്കുന്നത്. LDFും NDAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. A ക്ലാസ് നഗരസഭയായി
BJP കണക്കുകൂട്ടുന്ന തൃപ്പൂണിത്തറയിൽ ഇനി നിയമസഭാ പ്രതീക്ഷകളും അവർ കയറുന്നു. പാലക്കാട് നഗരസഭയിലും BJP തങ്ങളുടെ ഭരണം നിലനിർത്തിയിരുന്നു. NDA 25 സീറ്റിലും UDF 18 സീറ്റിലും LDF 9 സീറ്റുകളിലുമാണ് പാലക്കാട്. പ്രിയങ്ക ഗാന്ധിയുടെ തട്ടകത്തിൽ വയനാട് BJP തങ്ങളുടെ കാവിക്കൊടി പാറിക്കുന്ന മറ്റൊരു കാഴ്ച. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും BJP അക്കൗണ്ട് തുറന്നു. പുളിയാർമലയിലെ 2ാം വാർഡിലും കൈനാട്ടിയിലുമാണ് BJP ജയിച്ചത്. LDF പ്രമുഖനായ MV ശ്രേയസ് കുമാറിന്റെ വാർഡാണ് പുളിയാർമല. MV ശ്രേയസ് കുമാറിന്റെ വാർഡിൽ തന്നെ താമര വിരിയിച്ചുകൊണ്ട് BJP കൃത്യമായ ഷോക്ക് ഇപ്പോൾ UDFനും LDFനും നൽകിയിരിക്കുന്നു. പുളിയാർമല വാർഡിൽ BJPയുടെ രഞ്ജിത്ത് ആർജെയാണ് സനൂഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് UDFന്റെ മാസ് റീ എൻട്രിയാണ് നമ്മൾ കാണുന്നത് എങ്കിൽ മറുവശത്ത് BJP അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. ഒരു കാര്യം വ്യക്തമാണ്, LDF ക്യാമ്പിൽ നിന്നുള്ള വോട്ട് ചോർച്ചയുടെ ഗുണഭോക്താക്കൾ ഒരു വശത്ത് BJP തന്നെയാണ്. LDFിൽ നിന്ന് വോട്ട് ബാങ്ക് ഒലിച്ചുപോയപ്പോൾ UDF നേട്ടം കൊയ്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം ഇപ്പോൾ പ്രതിഷേധ വോട്ടുകൾ LDFിൽ നിന്ന് ചോർന്നുപോയി എന്നത് വ്യക്തം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മിന്നുന്ന വിജയം മാത്രമല്ല, മറ്റ് ചില അനുകൂല ഘടകങ്ങളും കേരളത്തിലെ വോട്ടർമാർ മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. മുനിസിപ്പാലിറ്റികളിൽ ഇതുവരെ BJP നേടിയത് 2 എണ്ണം. ഗ്രാമപഞ്ചായത്തുകളിൽ 25 എണ്ണം പിടിച്ചെടുത്തുകൊണ്ടാണ് BJP ഇക്കുറി തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സെമി ഫൈനൽ BJPയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അവർ സൂക്ഷ്മതയോടെ ഏകോപനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തി. മാറാത്തത് മാറി വലിയ ആഘോഷത്തിമിർപ്പിലാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലെ BJP പ്രവർത്തകരും നേതാക്കളുമൊക്കെ. തിരുവനന്തപുരത്തെ മാരാർജി ഭവനിലേക്ക് അണികൾ ഒഴുകിയെത്തുന്നു. ആ പ്രദേശമാകെ കാവിക്കടലായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതിലപ്പുറം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും BJP വലിയ പ്രതീക്ഷയോടെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിക്കാണുന്നു. ശക്തമായ തെരഞ്ഞെടുപ്പ് വിധിയാണ് നമുക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാണ് ഇക്കുറി BJPയുടെ നേട്ടവും. കേരളത്തിലെ വോട്ടർമാർ മാറി ചിന്തിച്ചു തുടങ്ങി. ചെങ്കൊടിക്ക് പകരം കാവിക്കൊടി പ്രതിഷ്ഠിക്കുന്ന കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.